എല്ലാവർക്കും മെത്തേഡ്സ് ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിനി പഠിക്കേണ്ടത് പ്രിലിമിനറീസിലെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള ഫാമിലീസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവിടെ നമുക്ക് ആദ്യം ഫാമിലീസ് ഓഫ് കർവ്സ് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ഹൊറിസോണ്ടൽ ലൈൻസാണ് നമുക്ക് ഗ്രാഫായിട്ട് കിട്ടുക. ഇവിടെ സി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ഒരു ഗ്രാഫ് കിട്ടുന്നു. സി എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് 1, 2, 3, 4 തുടങ്ങിയിട്ടുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് മുകളിലേക്ക് നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് കാണാം. സി എന്ന് പറയുന്നത് -1, -2, -3 അങ്ങനെ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോഴും നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് താഴേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ നിലയിൽ നമുക്ക് ഒട്ടനവധി ലൈൻസ് നമുക്ക് കാണാവുന്നതാണ്. ഇതിനെല്ലാം ചേർത്ത് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസിനെ നമ്മൾ വിളിക്കുകയാണ് ഫാമിലി ഓഫ് ഹൊറിസോണ്ടൽ ലൈൻസ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഫാമിലി ഓഫ് കർവ് എന്ന് നമുക്ക് പറയാം. അടുത്ത് നമുക്ക് y ഈക്വൽ ടു mx പ്ലസ് ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫുകൾ കാണാം. എ എന്ന് പറയുന്ന ഗ്രാഫിൽ y ഈക്വൽ ടു mx പ്ലസ് ബി എന്നുള്ളതിൽ ബി ഫിക്സ് ചെയ്യുന്നു, എം വേരി ചെയ്യുന്നു. നമുക്കറിയാം എമ്മും ബിയും കോൺസ്റ്റൻസ് ആണ്. ആ കോൺസ്റ്റൻറ്റുകൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രാഫാണ് കിട്ടുക. ആദ്യത്തെ ഫിഗറിൽ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു, എം എന്ന് പറയുന്നത് വേരി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ നിലയിലുള്ള ഒട്ടനവധി ഗ്രൂപ്പ്സ് ഓഫ് കർവ്സ് നമുക്ക് കാണാം. അപ്പോൾ ഇതിനെ നമുക്ക് ഫാമിലി ഓഫ് കർവ്സ് എന്ന് പറയാം. രണ്ടാമത്തെ ഗ്രാഫ് y ഈക്വൽ ടു mx പ്ലസ് ബിയിൽ എം ഫിക്സ് ചെയ്യുന്നു, ബി വേരി ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള ഗ്രാഫുകളാണ് നമുക്ക് കാണുക. അപ്പോൾ ഇതും ഫാമിലി ഓഫ് കർവാണ്. y ഈക്വൽ ടു mx പ്ലസ് ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫാമിലി ഓഫ് കർവാണെന്ന് മനസ്സിലാക്കാം. അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് പവർ ഫങ്ഷൻസ്, ദ ഫാമിലി y ഈക്വൽ ടു എക്സ് റൈസ് ടു n എന്നുള്ള ഫംഗ്ഷനാണ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു പി വെയർ പി ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതാണ് പവർ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഒട്ടനവധി ഗ്രാഫുകൾ കിട്ടും. ആദ്യത്തെ ഫിഗറിൽ കാണാം പി എന്ന് പറയുന്നത് 1 ആകുമ്പോഴുള്ള ഗ്രാഫ്. അപ്പോൾ y ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് കിട്ടും. അതിനുശേഷം പി എന്ന് പറയുന്നത് 2 ആകുമ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ വരും. അത്തരത്തിൽ നമുക്കൊരു പരാബോള കിട്ടും. ഇനി പി എന്ന് പറയുന്നത് 3 ആകുമ്പോൾ y ഈക്വൽ ടു എക്സ് ക്യൂബ് വരും. അത്തരത്തിലുള്ള ഗ്രാഫാണ് മൂന്നാമത് കാണുക. y ഈക്വൽ ടു എക്സ് റൈസ് ടു 4ഉം നമുക്ക് കാണാം. y ഈക്വൽ ടു എക്സ് റൈസ് ടു 5ഉം നമുക്ക് ഈ രീതിയിൽ കാണാം. ഇത്തരത്തിലുള്ള കളക്ഷൻസാണ് നമുക്ക് ഇവിടെ കാണാവുന്നത്. ഈ ഒരു കളക്ഷനെ നമുക്ക് പവർ ഫങ്ഷൻസ് എന്ന് വിളിക്കാം. അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് പോളിനോമിയൽസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പോളിനോമിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ എക്സ് എന്ന് പറയുന്നത് ഈസ് എക്സ്പ്രസിബിൾ ആസ് എ സം ഓഫ് ഫൈനൈറ്റ്ലി മെനി ടേംസ് ഓഫ് ദി ഫോം സി എക്സ് റൈസ് ടു എൻ എന്നുള്ളതാണ്. ഇവിടെ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, എൻ എന്ന് പറയുന്നത് ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. c0 പ്ലസ് c1x പ്ലസ് c2x സ്ക്വയർ പ്ലസ് എറ്റ്സെട്ര പ്ലസ് cn എക്സ് റൈസ് ടു n എന്ന് പറയുന്ന പവേഴ്സ് ഓഫ് എക്സിൻ്റെ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ cn എക്സ് റൈസ് ടു n പ്ലസ് cn മൈനസ് 1 എക്സ് റൈസ് ടു n മൈനസ് 1 പ്ലസ് എറ്റ്സെട്ര പ്ലസ് c1x പ്ലസ് c0 എന്ന് പറയുന്ന പവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് പോളിനോമിയൽസിനെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇവിടെ c0, c1 എറ്റ്സെട്ര cn എന്ന് പറയുന്നതെല്ലാം കോഎഫിഷ്യൻസ് ആണ് നമ്മൾ വിളിക്കുന്നത്. ദീസ് ആർ ദി കോഎഫിഷ്യൻസ് ഓഫ് ദി പോളിനോമിയൽ. അതുപോലെ തന്നെ നോൺ സീറോ കോഎഫിഷ്യൻറ്റിൽ ഒക്കറായിട്ടുള്ള ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ദി പോളിനോമിയലായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആർ കൺസിഡേർഡ് ടു ഹാവ് ഡിഗ്രി 0 എന്നുള്ളതാണ്. c ഈക്വൽ ടു c ഇൻറ്റു എക്സ് റൈസ് ടു 0 എന്ന് എഴുതാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിൻ്റെ ഡിഗ്രി 0 ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽസിനെ നമുക്ക് ലീനിയർ പോളിനോമിയൽസ് എന്ന് പറയാം. ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എന്ന് പറയാം. ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് എന്ന് പറയാം.
ഡിഗ്രി 4 ആണെങ്കിൽ ക്വാർട്ടിക്, ഡിഗ്രി 5 ആണെങ്കിൽ ക്വൈൻറ്റിക് എന്നുള്ള രീതിയിൽ നമുക്ക് പോളിനോമിയൽസിനെ പറയാവുന്നതാണ്. നമുക്കിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കാണാം. 3+5x എന്ന് പറയുന്നതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ ലീനിയർ ആണെന്ന് പറയാം. x² - 3x+1 അതിൻ്റെ ഡിഗ്രി 2 ആണ്, ക്വാഡ്രാറ്റിക് ആണെന്ന് പറയാം. 2x³ - 7 അതിൻ്റെ ഡിഗ്രി 3 ആണ്, അതുകൊണ്ട് തന്നെ ക്യൂബിക് എന്ന് പറയാം. 8x⁴ - 9x⁴ + 5x - 3 ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി 4 ആണ്, ക്വാർട്ടിക് എന്ന് പറയാം. അടുത്തത് √3 + x³ + x⁵5 അതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 5 ആണ്, ക്വൈൻറ്റിക് എന്ന് പറയാം. അതുപോലെ തന്നെ x² - 4³ എന്ന് പറയുന്നതിൻ്റെ ഡിഗ്രി 6 ആയിട്ടാണ് വരിക. ആ നിലയിൽ നമുക്ക് പോളിനോമിയൽസിൻ്റെ ഡിഗ്രി നമുക്ക് പറയാവുന്നതാണ്. അടുത്ത് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം, റാഷണൽ ഫംഗ്ഷൻസ്. രണ്ട് പോളിനോമിയൽസിൻ്റെ റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ px എന്നും qx എന്നും പറയുന്ന രണ്ട് പോളിനോമിയൽസ് ഉണ്ട്. അങ്ങനെ നമുക്ക് f(x) എന്നുള്ളത് px/qx എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ, അതോടൊപ്പം qx എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആവണം, ഒരു നോൺ സീറോ പോളിനോമിയൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് fx എന്ന് പറയുന്നത് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയാം. അതിനൊരു ഉദാഹരണം നോക്കാം. f(x) = x² + 2x/x² - 1. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് x² - 1 ആണ്. അവിടെ 2 സീറോസ് ആണുള്ളത്, അല്ലേ? x+1 × x - 1 ആണ് x² - 1 എന്ന് പറയുന്നത്. അപ്പോൾ -1ഉം 1ഉം ആ പോളിനോമിയലിൻ്റെ റൂട്ടുകളാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 0 ആയി മാറും. ആ 0 വരുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് px/qx where qx is not equal to 0 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ x² - 1 എന്ന് പറയുന്ന പോളിനോമിയൽ 0 ആകുന്ന പോയിന്റുകളെല്ലാം നമുക്ക് ഒഴിവാക്കണം f(x)ൻ്റെ ഡൊമൈൻ പരിഗണിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ x = 1ഉം x = -1ഉം ഒഴിച്ചുള്ള എല്ലാ എക്സുകളും നമുക്ക് f എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആണെന്ന് നമുക്ക് കരുതാം. കുറച്ച് റാഷണൽ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ്, y = x² + 2x/x² - 1. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ y = x² - 1/x² - 2x - 3 എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫും തന്നിട്ടുണ്ട്. അവസാനമായിട്ട് y = 3/x² + 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിൽ 0 ആകുന്ന പോയിന്റുകളെല്ലാം ഒഴിവാക്കി വേണം നമ്മൾ ഡൊമൈൻ പരിഗണിക്കാൻ, ആ റാഷണൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ പരിഗണിക്കാൻ. അടുത്തത് ആൾജിബ്രായിക് ഫംഗ്ഷൻസ് എന്നുള്ളത് നോക്കാം. ആൾജിബ്രായിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് ഫ്രം പോളിനോമിയൽസ് ആണ് ബൈ അപ്ലൈയിങ് ഫൈനൈറ്റ്ലി മെനി ആൾജിബ്രായിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് റൂട്ട് എക്സ്ട്രാക്ഷൻ എക്സെട്ര. അപ്പോൾ ഈ നിലയിലുള്ള ആൾജിബ്രായിക് ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പോളിനോമിയലിനെ മാറ്റിയെടുക്കുന്ന പുതിയ ഫംഗ്ഷനാണ് ആൾജിബ്രായിക് ഫംഗ്ഷൻ എന്നുള്ളത്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ f(x) = √(x² - 4). ഇവിടെ x² - 4 എന്ന് പറയുന്ന പോളിനോമിയലിനെ ഒരു ആൾജിബ്രായിക് ഓപ്പറേഷൻ, സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ആൾജിബ്രായിക് ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ഒരു പുതിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ f(x) = √(x² - 4) ഒരു ആൾജിബ്രായിക് ഫംഗ്ഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ f(x) = 3 × √(x × 2 + x) എന്നുള്ളത്. അതുപോലെ തന്നെ f(x) = x⁻²/3 × x+2² എന്ന് പറയുന്ന ഫംഗ്ഷനും ആൾജിബ്രായിക് ഫംഗ്ഷൻസിന് ഉദാഹരണങ്ങളാണ്. അടുത്ത് നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, y = f(x) എന്ന് പറയുന്ന ഇക്വേഷൻ. y = f(x) എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൽ നിന്നുമാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ y = f(x)നെ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, g എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് x = g(y) എന്നുള്ളത് അങ്ങനെ എഴുതാൻ സാധിച്ചാൽ
ജി എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ നമുക്ക് കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. നമുക്ക് അവിടെ നിന്നും എക്സിനെ സോൾവ് ചെയ്യാം. അപ്പോൾ എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് വൈ മൈനസ് 1 എന്നുള്ളത് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്നുള്ളതായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിൽ സോൾവ് ചെയ്യുന്നതിൽ നിന്നുമാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇഫ് ദ ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി സാറ്റിസ്ഫൈ ദ ടു കണ്ടീഷൻസ്. ഒന്നെന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ എവരി എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. അതുപോലെ തന്നെ എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു വൈ ഫോർ എവരി വൈ ഇൻ ദ ഡൊമൈൻ ഓഫ് ജി. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എഫ് ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് ജി ആൻഡ് ജി ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് എഫ്, ഓർ ദാറ്റ് എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സ് ഫങ്ഷൻസ് എന്ന് നമുക്ക് പറയാം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സും എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു വൈയും ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എഫും ജിയും പരസ്പരം ഇൻവേഴ്സ് ഫംഗ്ഷനുകളാണ് എന്ന് പറയാം. ഇൻവേഴ്സ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് നമുക്ക് നോക്കാം. എ ഫംഗ്ഷൻ ഹാസ് ആൻ ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് 1:1. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 1:1 ഫംഗ്ഷനും കൂടിയാണ്. തിരിച്ച് നമുക്ക് പറയാം ഒരു ഫംഗ്ഷൻ 1:1 ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ഗ്രാഫുകളുടെ ഫിഗർ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 1:1 ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ 1:1 ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇഫ് x1 നോട്ട് ഈക്വൽ ടു x2 എന്നുള്ളതാണ്. x1ഉം x2ഉം ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജസും ഡിഫറൻ്റ് ആകും എന്നുള്ളതാണ് 1:1 ഫംഗ്ഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഗർ കാണാം. ഇവിടെ 1:1 ഫംഗ്ഷൻ അല്ലാത്ത ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. നോട്ട് 1:1 സിൻസ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആൻഡ് x1 ഈസ് നോട്ട് ഈക്വൽ ടു x2. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം x1ഉം x2ഉം അതിൻ്റെ ഇമേജസ് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം തുല്യമാകുന്ന ഒരു ഗ്രാഫാണ് രണ്ടാമത്തേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 1:1 ഫംഗ്ഷൻ അല്ല. ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട റിസൾട്ടിലേക്ക് വരാം. ദ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്നാണ് ഈ തിയറത്തിന് പറയുന്ന പേര്. അത് പറയുന്നത് എ ഫംഗ്ഷൻ ഹാസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ഗ്രാഫ് ഈസ് കട്ട് അറ്റ്മോസ്റ്റ് വൺസ് ബൈ എനി ഹൊറിസോണ്ടൽ ലൈൻ എന്നുള്ളതാണ്. അതായത് ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു കഴിഞ്ഞാലും അറ്റ്മോസ്റ്റ് വൺസ് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ആ കർവിനെ കട്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് തിയറം പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫിഗർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതൊരു ലൈൻ എടുത്തു കഴിഞ്ഞാലും ഒരേ ഒരു സ്ഥലത്തു കൂടി മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കാണാം. എന്നാൽ രണ്ടാമത്തെ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നുള്ള ആ പോയിന്റുകളിൽ രണ്ടിടത്ത് ആ ഹൊറിസോണ്ടൽ ലൈൻ കട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 1:1 ഫംഗ്ഷനാണ്, 1:1 ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫിഗറിൽ നമുക്കിവിടെ കാണാം 1:1 ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇൻവേഴ്സ് ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ രണ്ടിടത്ത് കട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് ആണ്. ഇവിടെ x1ഉം x2 എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ എഫിൽ എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 വെനെവർ x1 ലെസ് ദാൻ x2 എന്നുള്ളതാണ്. നമ്മൾ നേരെ ആ ഫിഗറിലേക്ക് നോക്കുക. താഴെ തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ ആ കർവ് ഉയരുന്നതായിട്ടാണ് കാണുക. അത്തരത്തിലുള്ള കർവുകളാണ് ഫംഗ്ഷനുകളാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കിവിടെ x1ഉം x2ഉം x1 ലെസ് ദാൻ x2 എന്നുള്ള നിലയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂസും എഫ് ഓഫ് x1 എന്ന് പറയുന്നതും എഫ് ഓഫ് x2 എന്ന് പറയുന്നതും അതേ ഓർഡർ തന്നെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അതായത് എഫ് ഓഫ് x1 എന്ന് പറയുന്നത് ലെസ് ദാൻ എഫ് ഓഫ് x2 എന്നുള്ള നിലയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഫംഗ്ഷനെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്
x1 ലെസ് ദാൻ x2 എന്നുള്ള നിലയിൽ പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂസ് ഓപ്പോസിറ്റ് ഓർഡറിൽ വരുന്നുണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 എന്നുള്ള നിലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് രണ്ടാമത് തന്നിട്ടുള്ളത്. ആ ഗ്രാഫ് ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ ആ കർവ് താഴേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ നിലയിൽ നമുക്ക് ഫാമിലീസ് ഓഫ് ഫങ്ഷൻസ് മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രിലിമിനറീസിൽ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്